നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അക്രമത്തിന്റെ വികാരത്തെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയാണോ? ഹിന്ദുക്കൾ ഭയവും വെറുപ്പും ഉണ്ടാക്കുന്ന അക്രമികളാണെന്ന് ലോക്സഭയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഹിന്ദുക്കളെയും ഹിന്ദു സംസ്കാരത്തെയും തീർത്തും അപമാനിക്കുകയായിരുന്നു. അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയും പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുകയാണ് രാഹുൽ ചെയ്യുന്നത്. മാത്രമല്ല, പരമശിവന്റെ ചിന്മുദ്ര സങ്കല്പത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി രാഹുലും കോൺഗ്രസും വികലമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങൾ കയ്യിൽ ആയുധമേന്തിയത് ധർമ്മം സംരക്ഷിക്കാനാണ്. എന്നാൽ രാഹുൽ അതിനെയെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുന്നു. എന്തിനേറെ പറയണം, ശ്രീരാമൻ ജനിച്ചതിന് തെളിവില്ല എന്ന സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തവരാണ് രാഹുലിന്റെ ഈ പാർട്ടിക്കാർ. ഇതൊക്കെ രാഹുൽ ഗാന്ധി ഈ കാട്ടിക്കൂട്ടുന്നത് യഥാർത്ഥത്തിലുള്ള വർഗീയവാദികളെ പ്രീണിപ്പിക്കാൻ തന്നെ എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതേസമയം ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ മോശം പെരുമാറ്റവും വാക്കുകളും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് എതിർത്തു. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമികളെന്ന് വിളിക്കുന്നത് ഗൗരവകരമായ പ്രശ്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന് മറുപടി നൽകി. സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുകയും അടിയന്തരാവസ്ഥ നടപ്പാക്കി ഭരണഘടനയെ തകർക്കുകയും ചെയ്ത പാർട്ടിയുടെ നേതാവിന്റെ ഹിന്ദു വിരുദ്ധ പരാമർശം പിൻവലിക്കണമെന്നും രാഹുൽ മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രസംഗത്തിന്മേൽ നടന്ന നന്ദി പ്രമേയ ചർച്ചയിൽ തരം താണ ഭാഷയിൽ പരിഹാസം നിറഞ്ഞ വാക്കുകളും പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത പരാമർശങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു രാഹുലിന്റെ പ്രസംഗം അത്രയും. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ സംഘർഷവും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്നവരാണെന്ന രാഹുലിന്റെ ഈ പരാമർശം വിവാദമായതോടെ താൻ ഉദ്ദേശിച്ചത് മുഴുവൻ ഹിന്ദുക്കളെ അല്ല എന്നും BJP-ക്കാരെയാണെന്നും പറഞ്ഞ് ന്യായീകരണത്തിനെത്തി. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ് BJP-യോ നരേന്ദ്രമോദിയോ RSSോ അല്ല ഹിന്ദു സമൂഹം. ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി മുമ്പുണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നാടകങ്ങളും രാഹുൽ സഭയിൽ നടത്തുകയുണ്ടായി. രാഹുലിന്റെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ രംഗത്തെത്തിയ അമിത്ഷാ കോടിക്കണക്കിന് പേരാണ് ഹിന്ദുക്കളായതിൽ അഭിമാനിക്കുന്നത് എന്ന് രാഹുൽ പറയുന്നത് അവരെയെല്ലാം അക്രമികളാണെന്നും ചൂണ്ടിക്കാട്ടി. 1975 ഭരണഘടന തകർത്ത് രാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയവരും 1984 ആയിരക്കണക്കിന് സിഖ് ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്തവരുമാണ് കോൺഗ്രസ് എന്നോർക്കണം. സംഘർഷരഹിത സമൂഹത്തെ പറ്റി പറയാൻ രാഹുലിന് യാതൊരുവിധ അവകാശവുമില്ല. ഹിന്ദുക്കളെ അക്രമികളാക്കി ചിത്രീകരിക്കുന്ന രാഹുൽ മാപ്പ് പറയുക തന്നെ വേണം. ആക്രമണത്തെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നത് തെറ്റാണ് എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു മതത്തെയും ഉദാഹരണമാക്കി പ്രസംഗിക്കാൻ രാഹുലിന് ആരാണ് അധികാരം നൽകിയത് എന്നും മറ്റു മതങ്ങളെ ഉദ്ധരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്താമോ എന്നും മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചോദിച്ചു. ലോക്സഭയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പരിപാടിയാണ് രാഹുൽ നടത്തിയത് എന്ന് കങ്കണ റണാവത്ത് പരിഹസിച്ചു. ലോക്സഭയിൽ നടത്തിയ പരാമർശത്തിലൂടെ രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിക്കുകയായിരുന്നു എന്നതിൽ തർക്കമൊന്നും തന്നെയില്ല. ഇത് ആശങ്കാജനകം തന്നെയാണ്. ഇത് കോൺഗ്രസിന്റെ പഴയ ശീലമാണ്. 2010 P. ചിദംബരം ഹിന്ദുക്കളെ ഭീകരർ എന്ന് വിളിച്ചു. 2013 സുശീൽ ഷിൻഡെയും ഇത് തന്നെ പറഞ്ഞു. ഹിന്ദുത്വവാദികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് 2021 രാഹുൽ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇത്തരത്തിൽ നിരുത്തരവാദപരമായ പ്രസ്താവനകളിലൂടെ പ്രതിപക്ഷ നേതാവെന്ന പദവിയുടെ അന്തസ്സ് രാഹുൽ ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവെന്ന പദവി വളരെ ഉത്തരവാദിത്വമുള്ള ഒന്ന് തന്നെയാണ്. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, സുഷമ സ്വരാജ് തുടങ്ങിയ എത്രയോ നേതാക്കൾ ഈ പദവി വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നത് രാഹുൽ ഓർക്കുക തന്നെ വേണം.